മഹാരാഷ്ട്രയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്കൂളിൽ നിന്നാണ് ഈ ഒരു കേസ് തുടങ്ങുന്നത്. ഈ കേസ് വളരെ സെൻസിറ്റീവായ ഒരു കേസ് ആയതുകൊണ്ട് തന്നെ സ്കൂളിൻ്റെ പേരോ ഇതിലത്തെ വിക്ടിമിൻ്റെ പേരോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കൾപ്രിറ്റ് ആയിട്ടുള്ള ആളുകളുടെ പേരോ ഒന്നും തന്നെ പുറത്ത് മീഡിയ വിട്ടിട്ടില്ല. ആ സ്കൂളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഏരിയയിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്കൂളാണ്. റിച്ച് ആയിട്ടുള്ള ആളുകളുടെ മക്കൾ അവിടെ പഠിക്കുന്നത് കൂടാതെ മിഡിൽ ക്ലാസ്സുകാരായിട്ടുള്ള ആളുകൾ വളരെയധികം കഷ്ടപ്പെട്ട് ലക്ഷങ്ങൾ ഡൊണേഷനും അതേപോലെ തന്നെ ഫീസും ഒക്കെ കൊടുത്ത് തങ്ങളുടെ മക്കളെ അവിടെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചില ആളുകൾ അതേപോലെ കഷ്ടപ്പെട്ടവരുടെ മക്കളവിടെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സോ നമ്മളിന്ന് പറയാൻ പോകുന്നത് 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന വെറും 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യൻ്റെ കഥയാണ്. അപ്പോൾ ഈ പയ്യനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് തന്നെയായിരുന്നു ഇപ്പോൾ ഒരു പയ്യൻ വന്നത്. പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് സ്റ്റുഡൻറ്റും ആയിരുന്നു. ചെറുപ്പത്തിൽ തുടങ്ങിയിട്ട് ആ ഒരു സ്കൂളിൽ തന്നെയായിരുന്നു പഠിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു പയ്യൻ്റെ ലൈഫിൽ ഒരുപാടധികം കാര്യങ്ങൾ നടക്കുകയുണ്ടായി. അപ്പോൾ അതിനൊക്കെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. 2025 ജൂലൈ മാസത്തിൻ്റെ ആദ്യത്തിൽ ആ ഒരു പയ്യൻ്റെ വീടിൻ്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോട്ട് ഈ പയ്യനെയും കൊണ്ട് അച്ഛനും അമ്മയും പോവാണ്. പോലീസുകാർ ഇവരെ കണ്ടപ്പോൾ ഒരു സാധാരണഗതിയിലുള്ള എന്തെങ്കിലും കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനായിരിക്കും എത്തിയതെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ അവർ കൊടുത്ത കംപ്ലയിൻറ്റ് കേട്ടിട്ട് അക്ഷരാർത്ഥത്തിൽ പോലീസുകാർ തന്നെ ഞെട്ടിപ്പോവുകയായിരുന്നു. യെസ്, ഒരു പോക്സോ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു പയ്യനെയും കൊണ്ട് ഫാമിലി മെമ്പേഴ്സ് അങ്ങോട്ട് വന്നത്. പോലീസുകാർ നോക്കുമ്പോൾ അവിടെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്കൂളിലത്തെ ഒരു ടീച്ചറായിരുന്നു ആ ഒരു പയ്യൻ്റെ അടുത്ത് ഇനപ്രോപ്രിയേറ്റ് ആയിട്ട് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോലീസുകാരെന്നെ ചോദിച്ചു, ഇത് സത്യമാണോ നിങ്ങൾ പറയുന്നത്? ഇങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഇനിയിപ്പോൾ നിങ്ങൾ കേസിനൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ അവർ വലിയ ആളുകളാണ്, ഇതൊക്കെ കറക്റ്റാണോ എന്നുള്ളത് ചോദിക്കുകയാണ്. അപ്പോൾ ഈ പാരൻസ് പറഞ്ഞു, ഞങ്ങൾ പറയുന്നത് 100% സത്യമാണ്. ഞങ്ങളുടെ പയ്യനെ ആ ഒരു സ്ത്രീ വളരെയധികം ദ്രോഹിച്ചിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. അതും കൂടാത്തതിന് കഴിഞ്ഞ 1 വർഷമായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ തങ്ങളുടെ മകൻ അനുഭവിക്കുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. അപ്പോൾ പോലീസുകാർ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും കേസ് എടുത്ത് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പയ്യൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 16 വയസ്സുള്ളൂ. അപ്പോൾ ഡയറക്റ്റായിട്ട് പെട്ടെന്നുകൊണ്ട് തന്നെ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കേസും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു കൗൺസിലർ വരികയാണ് ഈ ഒരു പയ്യൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ നിന്നായിരുന്നു കേട്ടോ ആ ഒരു കൗൺസിലർ വന്നത്. അങ്ങനെ ആൾ വന്നു, ഈ ഒരു പയ്യനായിട്ട് സംസാരിച്ചു. ഈ പയ്യൻ തൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരുന്നിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആളുടെ അടുത്ത് പറയുകയാണ്, കഴിഞ്ഞ 1 വർഷത്തെയും അതേപോലെ തന്നെ അതിന് മുന്നത്തെയും. അപ്പോൾ വളരെ ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഈ ഒരു പയ്യൻ. അപ്പോൾ രാവിലെ തന്നെ സ്കൂളിൽ പോവുക, പഠിക്കുക, തിരിച്ചു വരിക, ഇടയ്ക്ക് കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോവുക, അങ്ങനത്തെ ഒരു ലൈഫ് തന്നെയായിരുന്നു. അതായത് നോർമൽ ലൈഫ് തന്നെയായിരുന്നു ഈ ഒരു പയ്യൻ്റെയും. എന്നാൽ പാരൻസ് തീരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അപ്പോൾ ടോപ്പായിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് അല്ലാത്തതുകൊണ്ട്, ജസ്റ്റ് ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പയ്യനെ വളരെയധികം പ്രഷർ ചെയ്യാറുണ്ടായിരുന്നു പാരൻസ്. നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, ജസ്റ്റ് പഠിച്ചാൽ പോരെ, നിനക്ക് ആകെപ്പാടുള്ളൊരു പണി പഠിക്കലാണ്, അത് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സ്ഥിരമായിട്ട് ഈ ഒരു പയ്യൻ്റെ അടുത്ത് പ്രഷർ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീട്ടിൽ സ്കൂളിൽ നടക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനൊക്കെ ഈ ഒരു പയ്യന് ഭയങ്കര പേടിയായിരുന്നു. അതായത് ഇനിയിപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഞാൻ വീണ്ടും ചീത്തയേക്കേണ്ടി വരുമോ, തല്ലുകൊള്ളേണ്ടി വരുമോ എന്നുള്ളൊരു ഭയത്തിൽ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു പയ്യൻ എന്താ പറയുക, ആൾക്കെതിരെ മോശമായിട്ട് എന്തെങ്കിലും നടന്നാൽ വരെ വീട്ടിൽ പോയിട്ട് പറയാറുണ്ടായിരുന്നില്ല. തൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി സമാധാനമായിട്ട് പഠിച്ച് അങ്ങനെ പോകുന്നൊരു പയ്യനായിരുന്നു. 9ാം ക്ലാസ് വരെ ആ പയ്യൻ്റെ ലൈഫ് അങ്ങനെയായിരുന്നു. മാർക്ക് കുറവുള്ളതുകൊണ്ട് വീട്ടിൽ കുറച്ച് ഇഷ്യൂ ഉണ്ടാവും എന്നുള്ളതല്ലാണ്ട് വലിയ ഇഷ്യൂസ് ഒന്നും ആ ഒരു പയ്യൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ 9ാം ക്ലാസ്സിലെ ആനുവൽ ഡേക്ക് ആ പയ്യൻ്റെ ജീവിതം തന്നെ കീഴ്മേൽ മറിയുകയായിരുന്നു. ആനുവൽ ഡേ ആകുമ്പോൾ കൾച്ചറൽ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഈ പയ്യനാണെന്നുണ്ടെങ്കിൽ ഒരു ഡാൻസിനായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഡാൻസ് ട്രെയിൻ ചെയ്തിരുന്നത് ആ സ്കൂളിലെ ഒരു ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. ഈ ടീച്ചറുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 40 വയസ്സുള്ളവർക്ക് പ്രായമുണ്ട്, 2 കുട്ടികളുണ്ട്, പിന്നെ ഹസ്ബൻഡുമായിട്ട് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഈ ആനുവൽ ഡേയും അതുപോലെ തന്നെ ഡാൻസ് പ്രാക്ടീസൊക്കെ വന്നതോട് കൂടിയിട്ട് ഈ ഒരു ടീച്ചറും അതേപോലെ തന്നെ പയ്യനും തമ്മിൽ നല്ല രീതിയിൽ അടുക്കുകയാണ്. അതായത് പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും ടീച്ചറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ടീച്ചറുടെ അടുത്ത് പറയാം. ടീച്ചർ ഈ ഒരു പയ്യന് നല്ല ഇഷ്ടമായി ആസ് എ ടീച്ചർ. എന്നാൽ ടീച്ചറുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചർ വേറൊരു തരത്തിലായിരുന്നു ഈ ഒരു പയ്യൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ആനുവൽ ഡേ കഴിഞ്ഞിട്ടും ഈ ഒരു ടീച്ചർ ഈ പയ്യൻ്റെ അടുത്ത് നന്നായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങി. ഏത് സബ്ജക്റ്റിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നീ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചോ, ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ ഈ പയ്യൻ്റെ പാരൻസിൻ്റെ അടുത്തും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തൻ്റെ വീട്ടിലോട്ട് പറഞ്ഞു കേട്ടോ, താൻ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. ഇതൊക്കെ കൂടെ കേട്ടപ്പോൾ പാരൻസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഹാപ്പിയായി. ഈ ഒരു പയ്യനാണെന്നുണ്ടെന്നുണ്ടെങ്കിലും എന്താ പറയുക, ഓക്കെ ടീച്ചർ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നല്ല കാര്യം എന്നുള്ളൊരു മൈൻഡിലായിരുന്നു നിൽക്കുന്നുണ്ടായത്. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞ് നോക്കിയപ്പോഴും ഈ ഒരു ടീച്ചറുടെ എക്സ്ട്രാ കെയർ കിട്ടിയിട്ടും ഈ ഒരു പയ്യന് യാതൊരു വ്യത്യാസവും ഇല്ല. ഈ പയ്യൻ കൂടുതൽ വിഷമത്തിലോട്ട് പോവാണ്. ഗ്രേഡ്സും കാര്യങ്ങളും ഒന്നും തന്നെ വലിയ കാര്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുമില്ല.
ഏറെക്കുറെ 1-2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഒരു പയ്യൻ്റെ സ്വഭാവവും പെരുമാറ്റമൊക്കെ ആകെപ്പാടെ ചേഞ്ച് ആവാണ്. റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുക, അതേപോലെ തന്നെ പാരൻസ് നോക്കുമ്പോൾ ആരുമില്ലാത്ത ടൈമിലൊക്കെ ഇരുന്ന് കരയാണ്, വല്ലാത്തൊരു വിഷമത്തിലാണ്. അപ്പോൾ ഈ ഒരു പയ്യൻ വൻ ഡിപ്രഷനിലൂടെയാണ് കടന്നു പോകുന്നതെന്നുള്ളത് പാരൻസ് മനസ്സിലാക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്താണ് ഇഷ്യൂ എന്നുള്ളത് പാരൻസ് ഈ ഒരു പയ്യൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. എന്നാൽ ആ ഒരു പയ്യന് തുറന്നു പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെയോ ഒരു ഇഷ്യൂ തൻ്റെ മകനുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ പ്രഷർ മകനുണ്ടെന്നുള്ളത് അവർ മനസ്സിലാക്കി. അവർക്കുള്ളിൽ ഒരു പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പ്രായത്തിൽ കുട്ടികൾ അരുതാത്ത പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള പ്രഷറും കാര്യങ്ങളൊക്കെ വന്നിട്ട്. അപ്പോൾ തങ്ങളുടെ മകൻ ഇനി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള ഒരു ഭയം ഇവർക്കുണ്ടായിരുന്നു. ഇവർ വീണ്ടും ഇവരുടെ അടുത്ത് നല്ല രീതിയിൽ സംസാരിച്ചിരുന്ന ആ ഒരു ടീച്ചറുടെ അടുത്ത് കോൺടാക്ട് ചെയ്യണം. അപ്പോൾ ടീച്ചർ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട, നല്ല പയ്യനാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീണ്ടും വീട്ടുകാരെ സമാധാനിപ്പിക്കുകയായിരുന്നു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു. ഈ ഒരു പയ്യൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നുമില്ല, ആകെപ്പാടെ ഗ്ലൂമി ആയിട്ടാണ് ആ പയ്യൻ ഇരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഈ പയ്യൻ തൻ്റെ ഫോൺ അവിടെ വെച്ചിട്ട് ടോയ്ലറ്റിൽ പോയതായിരുന്നു. അപ്പോൾ ഈ പയ്യൻ്റെ അച്ഛൻ വെറുതെ ആ ഒരു ഫോൺ എടുത്ത് നോക്കി. ആ ഫോണെടുത്ത് ആൾ ഗാലറിയിലും അതേപോലെ തന്നെ സെർച്ച് ഹിസ്റ്ററിയൊക്കെ കയറി നോക്കിയപ്പോൾ ഒരുപാടധികം കാര്യങ്ങൾ കാണുകയാണ്. പഠിക്കാൻ വിട്ടിട്ട് ഇവൻ ഈ ഒരു പണിക്കാണോ പോകുന്നതെന്നുള്ള ചിന്തയായിരുന്നു ആൾക്കുണ്ടായത്. ആളാകപ്പാടെ ദേഷ്യത്തിൽ അവൻ ബാത്റൂമിൽ നിന്ന് വരുന്നതും കാത്തു നിൽക്കുകയായിരുന്നു. ആ ഒരു ഫോണിലുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫോൺ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കുറേ കാര്യങ്ങൾ ആ പയ്യൻ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച്, അതേപോലെ തന്നെ സെക്ഷൽ ഇൻ്റർകോഴ്സിനെ കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് ആ പയ്യൻ പഠിച്ച് മനസ്സിലാക്കിയതിൻ്റെ എന്താ പറയുക സെർച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളും കൂടെയും ഈ ഒരു അച്ഛന് ലഭിക്കുകയായിരുന്നു. അങ്ങനെ ആ പയ്യൻ ടോയ്ലറ്റിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. എന്നാൽ ആ ഒരു പയ്യൻ ഇറങ്ങിയ പാടെ ആ പയ്യനെ ഈ അച്ഛൻ അടിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഒരുപാട് അടി കൊണ്ട് ഈ ഒരു പയ്യനെ എന്തിനാണ് അടിക്കുന്നതെന്ന് ആദ്യം മനസ്സിലായില്ല. പിന്നെ ഈ ഒരച്ഛൻ ഫോണും കാണിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഇതൊക്കെയാണോ അവിടെ നിൻ്റെ ഫോണിലുള്ളത്, ഇതൊക്കെയാണോ നീ പഠിക്കേണ്ട സമയത്ത് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ച് വീണ്ടും അടി തുടങ്ങുകയാണ്. അപ്പോൾ ആ ഒരു പയ്യന് കാര്യം മനസ്സിലായി. ഇനിയും ഞാൻ സത്യം പറഞ്ഞില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അച്ഛൻ തന്നെ തല്ലിക്കൊല്ലുമെന്നുള്ളൊരു തോന്നൽ ഈ ഒരു പയ്യന് ഉണ്ടാവുകയാണ്. അപ്പോൾ ആ ഒരു പയ്യൻ തിരിച്ചു പറയാണ്, അച്ഛാ ഞാനല്ല തെറ്റുകാരൻ, ഞാനത്ര മോശക്കാരനൊന്നുമില്ല, എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷമാണ് ഞാനിതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ നോക്കിയത്, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പയ്യൻ പറയുകയായിരുന്നു. തനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് തന്നെ അടിക്കാനായിട്ട് ഈ ഒരു പയ്യൻ പറയുകയാണ്. അവസാനം നിനക്ക് പറയാനുള്ളത് പറയുന്നുള്ളൊരു രീതിയിൽ അച്ഛനും പറഞ്ഞു. അവസാനം തനിക്ക് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു മകൻ തൻ്റെ പാരൻസിൻ്റെ അടുത്ത് തുറന്നു പറയുകയായിരുന്നു. ഇതൊക്കെ കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ പാരൻസ് ആകെപ്പാടെ ഷോക്കായിപ്പോയി. തങ്ങൾ ഇത്രയും കാലം ദൈവത്തെ പോലെ കണ്ടിരുന്ന ഇംഗ്ലീഷ് ടീച്ചറുടെ യഥാർത്ഥ മുഖം ഇതാണെന്ന് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് എപ്പോഴാണ് തുടങ്ങുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 9ാം ക്ലാസ്സിലത്തെ ആ ഒരു ആനുവൽ ഡേയുടെ ഡാൻസിൻ്റെ ടൈമിലാണ് ഈ ഒരു പയ്യനെ ടീച്ചർ നോട്ട് വിടുന്നത്. അപ്പോൾ ആനുവൽ ഡേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പയ്യനായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങി. ഈ ഒരു പയ്യൻ്റെ പാരൻസിൻ്റെ അടുത്ത് ഈ പയ്യൻ്റെ കാര്യങ്ങൾ താൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെയായിരുന്നു ഈ ഒരു ടീച്ചർ മുന്നോട്ട് നീക്കിക്കൊണ്ടിരുന്നിരുന്നത്. എന്നാൽ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ വളരെ ഡയറക്റ്റായിട്ട് ഈ ഒരു പയ്യൻ്റെ അടുത്ത് ഈ ടീച്ചർ അപ്രോച്ച് ചെയ്യുകയായിരുന്നു. അങ്ങനെ ആ പയ്യനെ രഹസ്യമായി വിളിപ്പിച്ചിട്ട് ടീച്ചർ പറയാണ്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് രണ്ടുപേർക്കും നമ്മളുടെ പേഴ്സണലായിട്ടുള്ള ടൈമും കാര്യങ്ങളും എൻജോയ് ചെയ്യാം. ഒരു പെണ്ണിൻ്റെ അടുത്ത് നിനക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നിയിട്ടില്ലേ? അപ്പോൾ നിനക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പെണ്ണ് ഞാനാണെന്നുള്ള രീതിയിൽ ടീച്ചർ പറയുകയാണ്. എൻ്റെ ശരീരം മുഴുവൻ ഞാൻ നിനക്ക് തരാമെന്ന് ആ ടീച്ചർ ആ പയ്യൻ്റെ അടുത്ത് പറയാണ്. കാര്യം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു 16 വയസ്സുള്ള പയ്യനാണ്. ആ പയ്യന് വികാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ഈ ഒരു ടൈമിൽ ആ പയ്യൻ അക്ഷരാർത്ഥത്തിൽ ഷോക്കായി പോകുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. എന്നാൽ ആ ഒരു സിറ്റുവേഷനിൽ ആ ടീച്ചർക്ക് വഴങ്ങാനായിട്ട് ആ പയ്യൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ ഈ പയ്യന് സ്കൂളിൽ ഒരു ക്രഷ് ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടി. അപ്പോൾ ടീച്ചർ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പയ്യൻ സ്ഥിരമായിട്ട് ആ ഒരു പെൺകുട്ടിയെ നോക്കുന്നതും മറ്റൊക്കെ. ആ പെൺകുട്ടിയുടെ കാര്യം പറയാണ്, അപ്പോൾ നീ എന്നായിട്ടിപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നാളെ നിനക്ക് നിൻ്റെ ഗേൾ ഫ്രണ്ടിനായിട്ടൊക്കെ ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, ഒക്കെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് നീ എന്തായാലും വാ, നീ ഞാൻ പറയുന്നത് കേൾക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ടീച്ചർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇത്രയൊക്കെ ആയിട്ടും ആ ഒരു പയ്യന് ഫീലിങ്സ് എല്ലാം വന്നത് പേടിയായിരുന്നു. ആ പയ്യൻ ടീച്ചറുടെ അടുത്ത് പറഞ്ഞു, എന്നെ വെറുതെ വിടണം, ഞാൻ എന്തായാലും ടീച്ചർ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പുറത്ത് ആരോടും പറയില്ല, ഞാൻ എൻ്റെ പാടന്വേഷിച്ച് പൊക്കോളാം എന്ന് പറഞ്ഞായിട്ട് ആ ഒരു പയ്യൻ അവിടെ നിന്ന് പോവുകയായിരുന്നു. അതിനുശേഷം ആ ഒരു പയ്യൻ ആ ഒരു ടീച്ചറുടെ കയ്യിൽ നിന്ന് മാറി മാറി നടക്കുകയായിരുന്നു. ആൾ ഫുള്ള് ഗ്ലൂമി ആയിരുന്നു. എന്ത് ചെയ്യും, എങ്ങനെ ടീച്ചറുടെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആവും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഈ ഒരു പയ്യൻ്റെ ചിന്ത. അങ്ങനെ ആ ഒരു പയ്യൻ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലോട്ട് എത്തുന്ന ആ ഒരു ടൈമിലാണ് വേറെ ഒരാളുടെ രംഗപ്രവേശനം. അതാരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടീച്ചറുടെ ഒരു ഫ്രണ്ടായിരുന്നു. അവരൊരു ഡോക്ടറായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ടീച്ചറുടെ ഫ്രണ്ടായിട്ടുള്ള സ്ത്രീ ഈ പയ്യനെ കോൺടാക്റ്റ് ചെയ്യാണ്. എന്നിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങി. ആ സ്ത്രീ പയ്യൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നീയും ടീച്ചറും തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ എനിക്കറിയാം, നീ ഇപ്പോൾ ഒരു ടീനേജറാണ്. ഇപ്പോൾ ടീനേജിലുള്ള ആൺപിള്ളേർക്കൊക്കെ ഇതിൽ പ്രായമായിട്ടുള്ള ആൻറ്റിമാരുടെ അടുത്താണ് താല്പര്യം.
നിനക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയാണ്, പോരാത്തതിന് നിൻ്റെ ടീച്ചറാണ്, സുന്ദരിയാണ്, അതേപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും നല്ല മാച്ചാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുമായിരുന്നു. പിന്നെ പല കാര്യങ്ങളും ടീച്ചറുടെ അടുത്ത് നിന്ന് പഠിക്കാൻ പറ്റും, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ആ ഒരു പയ്യനെ ബ്രെയിൻ വാഷ് ചെയ്യായിരുന്നു. ലാസ്റ്റ് ഒരു തവണ ടീച്ചറുടെ അടുത്ത് സംസാരിക്കാൻ ഈ ഒരു പയ്യൻ സമ്മതിക്കുകയും ചെയ്തു. ടീച്ചറെ കാണാനായിട്ട് ഈ പയ്യൻ സമ്മതിച്ചതിന് ശേഷം ആ ടീച്ചർ ഒരു കാറിൽ ഈ ഒരു പയ്യനെ പിക്ക് ചെയ്യാനായിട്ട് വരികയാണ്. അങ്ങനെ ഈ പയ്യൻ ആ കാറിൽ കയറി കാറ് പുറപ്പെട്ടു. അങ്ങനെ ആൾക്കാരൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ആ ഒരു കാർ നിർത്തുകയാണ്. അതിനുശേഷം അവിടെ വെച്ച് ആ ഒരു പയ്യനെ ഈ ടീച്ചർ ആ കാറിൽ വെച്ചിട്ട് റേപ്പ് ചെയ്യുകയായിരുന്നു. പോലീസുകാർ നോക്കുമ്പോൾ ഇതുവരെ ആ ഒരു ടീച്ചർ മാത്രമായിരുന്നു ഈ ഒരു കേസിൽ ഉണ്ടായിരുന്നതെന്നാണ് അവർ കരുതിയത്. എന്നാൽ ഇപ്പോൾ ടീച്ചറുടെ ഫ്രണ്ടും കൂടെയും ഇൻവോൾവ് ആയിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ടീച്ചർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു പയ്യൻ്റെ അടുത്ത് കാര്യം പറഞ്ഞ് പയ്യൻ അവിടെ നിന്ന് എന്താ പറയുക സ്ഥലം കാലിയാക്കിയപ്പോൾ ഇനി ഈ ഒരു പയ്യൻ തൻ്റെ അടുത്തോട്ട് വരില്ല എന്നുള്ളത്. അപ്പോൾ എങ്ങനെയെങ്കിലും ആ ഒരു പയ്യനെ തൻ്റെ അടുത്തോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ടീച്ചർ തൻ്റെ ഫ്രണ്ടിനെ യൂസ് ചെയ്തിട്ടുണ്ടായത്. ഇത്രയൊക്കെ കാര്യങ്ങൾ കേട്ടപ്പോൾ ആ ഒരു പയ്യൻ്റെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ പോലീസിന് മനസ്സിലായി. എന്നാലും എന്തൊക്കെയാണെങ്കിലും ഈ ഒരു പയ്യന് താൻ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതുള്ളിൽ കിടന്ന് ആങ്സൈറ്റി വരികയാണ്. ഭയങ്കരമായിട്ടുള്ള വല്ലാത്തൊരു പ്രശ്നത്തിലോട്ട് ഈ ഒരു പയ്യൻ പോവുമായിരുന്നു. ആ സമയത്ത് ഈ ഒരു ടീച്ചർ എന്താ ചെയ്തതെന്നറിയോ? ഈ പയ്യന് ആൻറ്റി ആങ്സൈറ്റി പിൽസ് കൊടുക്കാനായിട്ട് തുടങ്ങി. അതേപോലെ തന്നെ തൻ്റെ കൂടെയുള്ള ടൈമിൽ മദ്യവും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഇവരുടെ വീട്ടിൽ അതേപോലെ തന്നെ പല ലക്ഷറി ഹോട്ടലുകളിൽ പല സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു പയ്യനെയും കൊണ്ട് നടക്കാനായിട്ട് തുടങ്ങി. ഇതൊന്നും കഴിഞ്ഞ് പോരാണ്ട് എൻഹാൻസ്മെൻറ്റ് പിൽസും കാര്യങ്ങളൊക്കെ ആ ഒരു പയ്യന് കൊടുക്കാറുണ്ടായിരുന്നതായിട്ടും പറയപ്പെടുന്നു. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും, ഇതിൻ്റെ ഉള്ളിൽ താൻ ആകെ പെട്ടുപോയല്ലോ എന്നുള്ളൊരു മൈൻഡിൽ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലൂടെ പഠിപ്പിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ തൻ്റെ കാര്യങ്ങളൊന്നും മര്യാദക്ക് ചെയ്യാൻ പറ്റാതെയായിരുന്നു ആ ഒരു പയ്യൻ്റെ ലൈഫ് ആ ഒരു ടൈമിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടായത്. ഇനിയിപ്പോൾ താനിത് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താനാണ് തെറ്റുകാരെന്നുള്ള നിലക്ക് തൻ്റെ പാരൻസ് തന്നെ തല്ലൂ എന്നുള്ളൊരു പേടിയും കാര്യങ്ങളും ഈ ഒരു പയ്യനുണ്ടായിരുന്നത് കൊണ്ട് തന്നെ വീട്ടിലും ഈ ഒരു പയ്യൻ ഒരക്ഷരവും പറഞ്ഞില്ല. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു പയ്യൻ്റെ ഫോൺ ഈ കുട്ടിയുടെ അച്ഛൻ പരിശോധിക്കുന്നതും അതേപോലെ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളും കാണുന്നതും പിന്നീട് ഈ ഒരു പയ്യനെ നല്ല രീതിയിൽ അടിക്കുന്നതും ആ ഒരു സമയത്ത് ഈ പയ്യൻ നടന്ന എല്ലാ കാര്യങ്ങളും പറയുന്നതും. എന്നാൽ ഇതറിഞ്ഞ ഉടനെ തന്നെ ആ പാരൻസ് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല. ആ ഒരു പയ്യൻ ആ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇനിയിപ്പോൾ കുറച്ചാളും കൂടെ ആ പയ്യൻ്റെ പഠിപ്പും കാര്യങ്ങളുള്ളൂ, അത് കഴിഞ്ഞാൽ പഠിപ്പൊക്കെ തീരും, പിന്നെ കുഴപ്പമുണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് പാരൻസ് ചിന്തിച്ചത്. അതായത് അത് ആ സമയത്ത് ഒരു കംപ്ലയിൻറ്റ് പോലും ചെയ്തില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ തങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പയ്യനെ അവിടെ നിന്ന് TC കൊടുത്ത് വിടുമോ എന്നുള്ളൊരു പേടി അവർക്ക് ഉണ്ടായിരുന്നില്ല. എന്നുണ്ടെങ്കിൽ സ്കൂളുകാർ ഇവർക്കെതിരെ ആക്ഷൻ എടുക്കുമോ എന്നുള്ളൊരു ഭയമൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ പുറത്തറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാണക്കേടല്ലേ എന്നുള്ളൊരു ഭയം കാര്യങ്ങളും അവർക്ക് ഉണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ തങ്ങളുടെ മകൻ ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായത് അവർ മറച്ചു വെക്കുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായത്. ആ പയ്യൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി നീ ടീച്ചറുടെ അടുത്തോട്ടൊന്നും പോകണ്ട, ടീച്ചർ എന്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കേണ്ടതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഈ പയ്യൻ്റെ വീട്ടിൽ ഇതറിഞ്ഞു എന്നുള്ളത് ടീച്ചർ പറയാണ്. പിന്നെ ക്ലാസ്സും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടും ഈ ഒരു ടീച്ചർ പയ്യൻ്റെ പിന്നാലെ നടക്കുന്നത് നിർത്തിയില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയപ്പോഴാണ് ഈ പയ്യൻ്റെ അമ്മ നേരെ തന്നെ ഈ പയ്യനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നതും ഇത്തരത്തിൽ പോക്സോ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യുന്നതും. ഈ ഒരു കേസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഈ ഒരു ടീച്ചർക്ക് വളരെ പെട്ടെന്ന് തന്നെ ബെയിൽ ലഭിക്കാനുണ്ടായത്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് പറഞ്ഞത് ഇതൊരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കേസാണെന്നുള്ളതായിരുന്നു. ഈ വെറും 16 വയസ്സുള്ള പയ്യനും അതേപോലെ തന്നെ 40 വയസ്സുള്ള ആ ടീച്ചറും തമ്മിൽ അഗാധമായ പ്രണയത്തിലായിരുന്നെന്നും അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ പയ്യൻ്റെ അമ്മക്ക് തീരെ താല്പര്യമില്ലാത്തത് കൊണ്ട് കെട്ടിച്ചമച്ചൊരു കേസാണിതെന്നുള്ളൊരു രീതിയിലാണ് അവർ കോടതിയിൽ പറഞ്ഞത്. അതായത് ഇവർ തമ്മിലുണ്ടായിരുന്ന ബന്ധം കാര്യങ്ങളൊക്കെ ഫുൾ കൺസെൻഷ്വൽ ആയിരുന്നു എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. പോരാത്തതിന് ഈ പയ്യൻ മെസ്സേജ് ചെയ്യുന്ന ടൈമിൽ പല ടൈമിലും വൈഫ് എന്നുള്ളൊരു രീതിയിൽ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു സ്ത്രീക്ക് മെസ്സേജ് അയച്ചിരുന്നതായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും കൂടെ കോടതിയിൽ അവർ ഹാജരാക്കിയതായിട്ടാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു പ്രണയബന്ധം മുഴുവനായിട്ടും FIRൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നെന്നും ഇത് പൂർണ്ണമായിട്ടും ഒരു വൺ സൈഡ് ആയിട്ടുള്ള ഒരു കേസ് എന്നുള്ള രീതിയിലാണ് FIR എഴുതിയത് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളായിരുന്നു ആ ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതൊക്കെ കേട്ട് കോടതി എന്താ പറഞ്ഞതെന്നറിയോ? ഈ പയ്യന് 16 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് കൺസെൻഷ്വൽ ആണെന്നുള്ളത് കോടതിക്ക് മനസ്സിലായി, അതുകൊണ്ട് ആ സ്ത്രീക്ക് ബെയിൽ കൊടുക്കുകയാണെന്ന്. ഈ ബെയിൽ കണ്ടീഷനിലത്തെ ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിക്ടിമിൻ്റെ അടുത്തോട്ട് പോകാൻ പാടില്ല, പിന്നെ മുംബൈ വിട്ടിങ്ങേറ്റ് പുറത്ത് പോകാനും പാടില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് വിധി എന്ത് വരും എങ്ങനെ വരുന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇറ്റ്സ് മീ റസിൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.